ഇന്ന് നമുക്ക് ഒരു അലിഗേറ്റർ ക്ലിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെൺകുട്ടികളുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഡ്രസ്സിന് മാച്ച് ചെയ്ത് ക്ലിപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ 2 പീസ് ഓവൽ ഷേപ്പിൽ വെട്ടിയെടുക്കാം കേട്ടോ. 2 പീസ് വേണം. ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലും 2 പീസ് വേണം കേട്ടോ. അപ്പം നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ 2 പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെന്തൊക്കെ ഒന്ന് മെല്ലെ വിടർത്തി പിടിക്കുക. എന്നിട്ട് അതിലൊരു ഭാഗം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് കത്രിക വെച്ച് മേലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. വലിയ ഹോളാവരുത്, ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഹോൾ കൂടെ തുണി ഒന്ന് മറിച്ചിട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഫുള്ളും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക. അപ്പോൾ 2 പീസും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2 പീസും ഇതുപോലെയൊക്കെ ഒന്ന് വെക്കുക. എന്നിട്ട് നടുക്ക് കൂടെ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ സൂചി നൂലും വെച്ച് തുന്നണ സമയത്ത് തുണി തിരിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാട്ടണം കേട്ടോ. എന്നിട്ട് സൂചി നൂലും വെച്ചിട്ട് മേലെ വരെ ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. ഇതുപോലെ 2 പീസും കൂടെ വെച്ചിട്ട് തുന്നി കൊടുക്കുക. നമ്മൾ ബട്ടർഫ്ലൈൻ്റെ അലിഗേറ്റർ ക്ലിപ്പാട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഏകദേശം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. നല്ല കെട്ടിട്ടിട്ടൊക്കെ തുന്നി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തുന്നി കൊടുക്കുക കേട്ടോ. ഇതുപോലെ കേട്ടോ. അപ്പം ആ നടുക്കിൽ കണ്ടോ നമ്മൾ തുന്നിയ ഭാഗം കാണുന്ന നൂല്, അപ്പം ആയിട്ട് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം കേട്ടോ, നീളത്തിലുള്ളൊരു പീസ് എടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ സൈഡ് രണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ ബട്ടർഫ്ലൈ ഇല്ലേ, അതിലേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിലും സൂചിയും നൂലും വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ബാക്കി വരുന്ന ഭാഗമല്ലേ അതൊന്ന് മുറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലിപ്പ് എടുക്കുക, അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിലേക്ക് പശ തേച്ചിട്ട് ഇതുപോലെയൊക്കെ നമ്മുടെ ക്ലോത്ത് ഒന്ന് ഒട്ടിക്കുക. ഇങ്ങനെ വേണമെങ്കിലും ക്ലിപ്പായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ അലിഗേറ്റർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേണ്ട, സിമ്പിൾ മതി എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു സിമ്പിളായിട്ടൊരു ഐറ്റം കാണിച്ചു തരാം. നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക, ഇതുപോലെ പശ തേച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ഒരു ക്ലോത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ച് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇനി ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു മുത്തോ എന്തെങ്കിലും ചെറിയ കല്ലെന്തെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചാൽ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.